ഹായ് കൂട്ടുകാരെ, പലഹാരങ്ങൾക്ക് പറ്റിയ കോളിഫ്ലവർ കുറുമയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ ഒരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഈ ഒരു കളറിലുള്ള വഴുതനയും ഒരു വലിയ ഉള്ളിയും 2 ഉരുളൻകിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞപ്പൊടി ഇട്ട് വെച്ച ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് വെച്ച ശേഷം വൃത്തിയായി കഴുകിയെടുത്ത് വേവാൻ വയ്ക്കാം. ഒരു പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറുവപ്പലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ വേവാനിടണം. അതിന് മുമ്പ് ഇതൊന്ന് മുറിച്ചെടുക്കാം. 2 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുത്തതാണ് ഇത്. ഇതും കൂടെ നമുക്ക് ഈ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മൊരിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം നല്ലപോലെ മാറണം. നല്ലൊരു മണം വരും, മൊരിഞ്ഞ മണം. ആ സമയം വരെ ഇതിങ്ങനെ ഇളക്കി മൊരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പം ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഒന്ന് താത്തി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതിയാകും, കാരണം പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഇളക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കുറഞ്ഞ തീയിൽ തന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 5 കഷ്ണം കൂർക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കൂർക്ക നല്ലൊരു മണം കിട്ടാനാണ് കറക്കി. ഇനി നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. കുറുമയിലേക്ക് വറുത്ത് അരച്ച് ചേർക്കുന്നതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും 1/2 മുറി നാളികേരവും കുറച്ച് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വറുത്തരച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. കോളിഫ്ലവറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അധികം ഇളക്കി കൊടുക്കരുത്, കാരണം ഇത് ഉടഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകും. ഇങ്ങനെ കിടക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരം കുറേ അധികം പറ്റില്ല. ചെറിയ നാളികേരം 1/2 മുറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് പതുക്കെ നമുക്കിങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. അടച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം വിളമ്പാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വഴുതനങ്ങയൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ്. കുട്ടികൾ കൂട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. ഒരു സ്വല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത് കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യൂ പലഹാരത്തിൻ്റെ ഒപ്പം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.